ഹായ്, ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് വർക്ക് എനർജി പവർ എന്ന ചാപ്റ്ററിലെ വർക്ക് എന്താണെന്ന് നോക്കാൻ പോകുന്നത്. സോ നമുക്ക് ഡയറക്റ്റ് അതിലോട്ട് പോയി നോക്കാം. ഓക്കെ ആണോ? ഓക്കെ. വർക്ക് ഇൻ ഫിസിക്സ്, വർക്ക് ഈസ് സെഡ് ടു ബി ഡൺ. വർക്ക് ഈസ് സെഡ് ടു ബി ഡൺ if a force is applied on a body able to move it to some distance, some displacement, in physics, what is said to be done if a force is applied on a body able to move it to some displacement. അതായത് ഫിസിക്സിലെ വർക്ക് എന്ന് പറയുന്നത് ഒരു ഒബ്ജക്റ്റിനെ ഫോഴ്സ് കൊടുത്തിട്ട് സം ഡിസ്റ്റൻസിലായി ഡിസ്പ്ലേസ്മെന്റ് അത് മൂവ് ചെയ്താൽ മാത്രമാണ് ഫിസിക്സിൽ വർക്ക് നടന്നു എന്ന് പറയുള്ളൂ. ഓക്കെ ആണോ? സോ ഇവിടെ വർക്ക് ഫോഴ്സ് ഡിസ്പ്ലേസ്മെന്റ്. സോ വർക്ക് ഈക്വൽ ടു F dot S. ഓക്കെ ആണോ? A dot B എന്താണ്? AB cos theta. അതുപോലെ F dot S എന്താണ്? FS cos theta. ഇതാണ് വർക്കിന്റെ ഇക്വേഷൻ. വർക്ക് ഈക്വൽ ടു FS cos theta. ഇനി 3 ടൈപ്സ് ഓഫ് വർക്ക് ഉണ്ട്. അതെന്താന്ന് നമുക്ക് നോക്കാം. അത് ഡിപ്പെൻഡ് ചെയ്തിട്ട് ഇതിലെ തീറ്റനെയാണ് FS cos theta തീറ്റനെയാണ് ഈ ടൈപ്സ് ഓഫ് വർക്ക് ഡിപ്പെൻഡ് ചെയ്യുന്നത്. സോ ടൈപ്സ് ഓഫ് വർക്ക് ഫസ്റ്റ് ടൈപ്പ് നോക്കാം. അതായത് പോസിറ്റീവ് വർക്കാണ് ഫസ്റ്റ് ടൈപ്പ്. എന്താണ്? പോസിറ്റീവ് വർക്കാണ് ഫസ്റ്റ് ടൈപ്പ്. ഈ തീറ്റ 0 ഡിഗ്രി ആണെങ്കിൽ വർക്ക് പോസിറ്റീവ് ആണ്. തീറ്റ 0 ഡിഗ്രി ആണെങ്കിൽ വർക്ക് പോസിറ്റീവ് ആണ്. എപ്പോഴാണ് തീറ്റ 0 ഡിഗ്രി ആവുക? എഫും എസും സെയിം ഡയറക്ഷനിലാണെങ്കിലല്ലേ തീറ്റ 0 ആവുക. എഫും എസും സെയിം ഡയറക്ഷനിലാണെങ്കിൽ തീറ്റ 0 ആവും. അപ്പൊ എന്താവും? വർക്ക് എന്താവും? പോസിറ്റീവ് വർക്കാണ്. നമുക്ക് നോക്കാം. വർക്ക് ഈക്വൽ ടു FS cos theta ആണ്. സോ FS cos 0 അല്ലേ നമുക്ക് ഇവിടെ. സോ FS cos 0. cos 0 എന്താണ്? 1 ആണ് നമുക്കറിയാം. സോ FS കിട്ടില്ല. FS into 1 FS. സോ ഇതൊരു പോസിറ്റീവ് ടേം അല്ലേ. സോ വർക്ക് ഈക്വൽ ടു പോസിറ്റീവ് ആയില്ലേ. ഓക്കെ ആണോ? സെറ്റ്. അപ്പോൾ ഇതിനൊരു എക്സാമ്പിൾ വരും. അതായത് ഞാൻ ഒരു ബാർബെൽ അല്ലെങ്കിൽ വെയിറ്റ് ലിഫ്റ്റ് ചെയ്യാം. ബാർബെൽ എടുത്ത് വെയിറ്റ് ലിഫ്റ്റ് ചെയ്യാം. ഇങ്ങനെ ഞാൻ വെയിറ്റ് ലിഫ്റ്റ് ചെയ്യുമ്പോൾ ഞാൻ ഫോഴ്സ് കൊടുക്കുന്നത് അപ്വേർഡാണ്. അതുപോലെ എൻ്റെ ഈ ബാർബെലിൻ്റെ മോഷൻ അല്ലെങ്കിൽ ഈ ഡിസ്പ്ലേസ്മെന്റ് നടക്കുന്നതും അപ്വേർഡാണ്. രണ്ടും സെയിം ഡയറക്ഷനാണ്. ഞാൻ നിങ്ങളിവിടെ വരച്ച് കാണിച്ചു തരാം. അതായത് ഒരാൾ ഒരു ബാർബെൽ എടുത്തിട്ട് വെയിറ്റ് ലിഫ്റ്റ് ചെയ്യുന്നു. ഫോഴ്സ് അപ്വേർഡ് അല്ലേ കൊടുക്കുക. ഡിസ്പ്ലേസ്മെന്റ് എന്താണ് നടക്കുന്നത്? അപ്വേർഡ് ആണ്. രണ്ടും ഒരേ സെയിം ഡയറക്ഷനാണ് നടക്കുന്നത്. സോ ഇവിടെ എന്താണ് വർക്ക്? എന്താണ്? പോസിറ്റീവ് വർക്കാണ്. കാരണം എന്താണ്? ആംഗിൾ എന്തായാലും സെയിം ഡയറക്ഷൻ ആയപ്പോൾ 0 ആയി. സോ വെയിറ്റ് ലിഫ്റ്റിംഗ് പറയുന്നത് ഒരു എക്സാമ്പിൾ ആണ്. ഓക്കെ ആണ്. അതുപോലെ ഒരാൾ ഒരു ബോഡി സ്ലൈഡ് ചെയ്ത് കൊണ്ടുപോകുന്നു. സ്ലൈഡ് ചെയ്തുകൊണ്ട് ഫോഴ്സ് അങ്ങോട്ടാണ് അല്ലെ, ഡിസ്പ്ലേസ്മെന്റും അങ്ങോട്ടാണ്. ഒക്കെ രണ്ടും ഒരു സൈഡിലോട്ടാണ്. സോ ഇവിടെ എന്താണ്? വർക്ക് പോസിറ്റീവ് ആണ്. കാരണം ഫോഴ്സ് സ്ലൈഡ് ചെയ്യുമ്പോൾ ഫോഴ്സും അങ്ങോട്ടാണ്, ഡിസ്പ്ലേസ്മെന്റും അങ്ങോട്ടാണ്. സോ രണ്ടും സെയിം ഡയറക്ഷൻ ആണ്. രണ്ടും സെയിം ഡയറക്ഷൻ ആകുമ്പോൾ അവിടെ ആംഗിൾ എന്താണ്? 0 ഡിഗ്രി ആണ്. സോ പോസിറ്റീവ് വർക്ക് അല്ലേ. അപ്പോൾ ഇതും ഒരു എക്സാമ്പിൾ ആണ്. സ്ലൈഡിങ് ഓഫ് എൻ ഒബ്ജക്ട് ഇതും ഒരു എക്സാമ്പിൾ ആണ്. പവർ ലിഫ്റ്റിങ്ങും അല്ലെങ്കിൽ വെയിറ്റ് ലിഫ്റ്റിങ്ങും ഒരു എക്സാമ്പിൾ ആണ്. ഓക്കെ ആണോ? സോ പോസിറ്റീവ് വർക്ക് കഴിയും. ഈ സെക്കൻഡ് ടൈപ്പ് പറയുന്നത് നെഗറ്റീവ് വർക്കാണ്.
negative work. Negative work. So if theta equal to 180 degree ആണെങ്കിൽ work equal to negative work. അത് തീറ്റ 180 ആണെങ്കിൽ വർക്ക് നെഗറ്റീവ് ആവും. എപ്പോഴാണ് തീറ്റ 180 ആവുക? ഫോഴ്സും ഡിസ്പ്ലേസ്മെന്റും ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആവുമ്പോഴല്ലേ തീറ്റ 180 ആവുക. ഫോഴ്സും ഡിസ്പ്ലേസ്മെന്റും ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആവുമ്പോഴല്ലേ എന്ത് നടക്കുക? തീറ്റ 180 ആവുക. സോ അപ്പോൾ വർക്ക് നെഗറ്റീവ് ആയിരിക്കും. അപ്പോൾ നോക്കാം, വർക്ക് ഈക്വൽ ടു എഫ് എസ് കോസ് തീറ്റ അറിയാം. സോ എഫ് എസ് കോസ് 180. കോസ് 180 എന്താണ്? -1. സോ മൈനസ് എഫ് എസ് കിട്ടില്ലേ, വർക്ക് ഈക്വൽ ടു മൈനസ് എഫ് എക്സ് കിട്ടൂലേ, വർക്ക് ഈക്വൽ നെഗറ്റീവ് കിട്ടൂലേ, നെഗറ്റീവ് ടേം കിട്ടില്ലേ. സോ ഈ കേസിൽ എന്താണ് സെക്കൻഡ് ടൈപ്പ് ആയിട്ട് നെഗറ്റീവ് വർക്ക് എന്താണെന്ന് നമുക്ക് മനസ്സിലായി. ഈ കേസിൽ നമുക്ക് എക്സാമ്പിൾസ് നോക്കാം. ഈ ഒരു കേസിന് എടുക്കാം. ഇതൊരു ഈ സർഫേസിലാണ് ഈ ഒബ്ജക്റ്റ് സ്ലൈഡ് ചെയ്യുന്നതെങ്കിൽ ഇങ്ങോട്ടൊരു ഫ്രിക്ഷണൽ ഫോഴ്സ് ഉണ്ടാവില്ലേ, ഒരു ഫ്രിക്ഷണൽ ഫോഴ്സ് ഉണ്ടാവില്ലേ. സോ ഈ ഫ്രിക്ഷണൽ ഫോഴ്സ് ഉണ്ടാകുന്ന വർക്ക് എന്തായിരിക്കും? നെഗറ്റീവ് വർക്ക് ആവില്ലേ. കാരണം വർക്ക് ഫോഴ്സ് ഇങ്ങോട്ടാണ്, ഡിസ്പ്ലേസ്മെന്റ് അങ്ങോട്ട് തന്നെയാണ് അല്ലേ. സോ ഇത് തമ്മിൽ എന്താണ്? 180 ഡിഗ്രി ഓപ്പോസിറ്റ്. ഫ്രിക്ഷണൽ ഫോഴ്സ് അങ്ങോട്ടാണ്, ഡിസ്പ്ലേസ്മെന്റ് ഓഫ് ദി ഒബ്ജക്റ്റ് അങ്ങോട്ടാണ്. ഇവർ തമ്മിൽ എന്താ നടക്കുന്നത്? 180 ആംഗിൾ ഡിഫറൻസ് ആണ് നടക്കുന്നത്. ഈ കേസിലും എന്താണ്? നെഗറ്റീവ് വർക്ക്. ഓക്കെ ആണല്ലോ. സോ നെഗറ്റീവ് വർക്കിന് നമ്മുടെ എക്സാം. ഈ തേർഡ് കേസ് എന്താ നോക്കാം? സീറോ വർക്ക്. എന്താണ്? സീറോ വർക്ക്. എന്താണ്? സീറോ വർക്ക്. തേർഡ് കേസ് സീറോ വർക്കിൽ തന്നെ രണ്ട് കേസസ് ഉണ്ട്. കേസ് നമ്പർ 1, s equal to 0 ആയാൽ വർക്ക് ഈക്വൽ ടു 0 ആണ്. അതെങ്ങനെ? അതിന്റെ എക്സാമ്പിൾ വെച്ചിട്ട് നോക്കാം. ഇതൊരു വാളാണ് അറിയാലോ. ഈ വാളിനെ ഞാൻ അങ്ങോട്ട് പുഷ് ചെയ്യുന്നു. ഞാൻ ഫോഴ്സ് കൊടുക്കുന്നു, നല്ല പുഷ് ചെയ്ത് നല്ല ഫോഴ്സ് കൊടുക്കുന്നു. പക്ഷെ ഈ വാൾ എന്ത് ചെയ്യുന്നില്ല, മൂവ് ചെയ്യുന്നില്ല. ഞാൻ ഫോഴ്സ് എത്ര കൊടുത്തിട്ട് മൂവ് ചെയ്യുന്നില്ല. അതായത് വർക്ക് ഈക്വൽ ടു എഫ് എസ് ആണല്ലോ, എഫ് ഡോട്ട് എസ് ആണല്ലോ. സോ ഈ കേസിൽ ഞാൻ ഫോഴ്സ് കൊടുക്കുന്നുണ്ട്, ഫോഴ്സ് ഉണ്ട്, ഡിസ്പ്ലേസ്മെന്റ് നടക്കുന്നുണ്ട്. സോ ഡിസ്പ്ലേസ്മെന്റ് ഈക്വൽ ടു 0 ആണ്. സോ ഡിസ്പ്ലേസ്മെന്റ് ഈക്വൽ ടു 0 ആയ കേസിൽ എന്ത് നടക്കുന്നില്ല? അവിടെ വർക്ക് നടക്കുന്നില്ല. സോ ഇതിനൊരു എക്സാമ്പിൾ നമ്മൾ പറഞ്ഞു, പുഷിംഗ് എ വാൾ, റിജിഡ് വാൾ. ഓക്കെ ആണോ? സോ സെക്കൻഡ് കേസ് എന്താണെന്ന് വെച്ചാൽ, അതായത് തീറ്റ ഈക്വൽ ടു 90 ഡിഗ്രി ആണെങ്കിലും വർക്ക് ഇല്ല. അത് നോക്കിയേക്കാം. വർക്കിംഗ് ഇക്വേഷൻ എന്താണ്? വർക്ക് ഈക്വൽ ടു എഫ് എസ് കോസ് തീറ്റ ആണ് അല്ലേ. എഫ് എസ് കോസ് 90 എഴുതാലോ. സോ കോസ് 90 എന്താണ്? 0 ആണ്. സോ എഫ് എസ് ഇൻറ്റു 0 ഈക്വൽ ടു 0. സോ വർക്ക് 0 ആയി. ഇവിടെ വർക്ക് 0 ആയി. അതായത് തീറ്റ 90 ആയപ്പോഴും വർക്ക് 0 ആയി. ഇപ്പൊ രണ്ട് കേസിൽ വർക്ക് 0. തീറ്റ ഈക്വൽ ടു 90 ആകുമ്പോൾ 0, എസ് ഈക്വൽ ടു 0 ആകുമ്പോഴും വർക്ക് 0. ഇതിന് നമ്മൾ എക്സാമ്പിൾ പറഞ്ഞു പുഷിംഗ് എ വാൾ. ഇതിന് നമ്മളൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഞാൻ ഒരു കല്ലറിയുടെ ഒബ്ജക്റ്റ് തലയിൽ വെച്ചിട്ട് ഹെഡിൽ വെച്ചിട്ട് ഞാൻ നടന്നു പോകും. ഇതിൽ നടന്നു പോകുമ്പോൾ ഈ ഒബ്ജക്റ്റിന് ഞാൻ എന്ത് കൊടുക്കുന്നുണ്ട്? ഫോഴ്സ് കൊടുക്കുന്നുണ്ട്. അപ്വേർഡ് ഫോഴ്സാണ് കൊടുക്കുന്നത് അല്ലേ. അപ്വേർഡ് ഫോഴ്സാണ് കൊടുക്കുന്നത്. ഫോഴ്സ് മുകളിലോട്ട് കൊടുക്കുന്നത്. ഞാൻ എങ്ങോട്ടാണ് പോകുന്നത്? ഇങ്ങോട്ടാണ് പോകുന്നത്. ഒബ്ജക്റ്റും അപ്പോൾ അങ്ങോട്ടാണ് പോകുന്നത്. സോ ഫോഴ്സും ഒബ്ജക്റ്റും തമ്മിൽ എത്ര ആംഗിൾ ഡിഫറൻസ് ആണ്? 90 ഡിഗ്രി ഡിഫറൻസ്. ഈ കേസിൽ എന്തല്ല ഫിസിക്സ് എന്ന് പറയുന്നത് വർക്ക് നടന്നിട്ടില്ല. നമ്മൾ എത്ര എഫേർട്ട് ഇട്ട് തലയിൽ കല്ല് എന്തെങ്കിലും വെച്ചിട്ട് നമ്മൾ നടന്നു പോയാൽ ഫിസിക്സിൽ അതെന്ന് പറയുന്നത് വർക്ക് നടന്നില്ല എന്നാണ് പറയുന്നത്. സോ അതുപോലെ സീറോ വർക്കിനുള്ള ഒരു എക്സാമ്പിളാണ്. സോ ഐ ഹോപ്പ് ഇതൊക്കെ ക്ലിയർ ആയത്. വർക്ക് എന്താണ് ഡെഫിനേഷൻ ക്ലിയർ ആയി വിചാരിക്കുന്നു. അതുപോലെ വർക്കിന് 3 ടൈപ്സ്, അതായത് പോസിറ്റീവ് വർക്ക്, നെഗറ്റീവ് വർക്ക്, സീറോ വർക്ക്. സീറോ വർക്ക് തന്നെ
കേസ് എസ് ഈക്വൽ ടു 0 ആകുമ്പോഴും തീറ്റ ഈക്വൽ ടു 90 ആകുമ്പോഴും ഈ കേസ് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഓക്കെ, താങ്ക് യു.